താമരശ്ശേരിയിൽ സ്കൂളിന് പുറത്തുവച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് എം.ജെ. ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മരണമടഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അന്വേഷിക്കും. ഇതിനായി വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിക്കിടെയുണ്ടായ തർക്കമാണ് വ്യാഴാഴ്ചത്തെ സംഘർഷത്തിലേക്കും ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലും കലാശിച്ചത്. ഞായറാഴ്ചത്തെ യാത്രയപ്പ് പരിപാടിക്കിടെയുണ്ടായ തർക്കത്തിന് ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം പോരടിച്ചിരുന്നു. ഈ അസ്വാരസ്യങ്ങളുടെ തുടർച്ചയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം. വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHS വിദ്യാർത്ഥികളുമായി സെന്ററിലുള്ള ഏതാനും എലൈറ്റ് സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ സെന്ററിൽ പഠിക്കാത്ത വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. വൈകിട്ട് 6:30 താമരശ്ശേരി വെഴിപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്തായിരുന്നു സംഘർഷം തുടങ്ങിയത്. തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടാണ് അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് ഓടിച്ചത്. പിന്നീട് റോഡിന് സമീപത്ത് വച്ചും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. നഞ്ചക്കുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനെ അറിയിച്ചത്. തലയ്ക്ക് ക്ഷതമേറ്റെങ്കിലും പുറമേ കാര്യമായ മുറിവോ മറ്റോ ഇല്ലാത്തതിനാൽ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിക്കാതെ ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് വീട്ടിലെത്തിക്കുകയായിരുന്നു. വീട്ടിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഷഹബാസ് ഛർദ്ദിക്കുകയും തളരുകയും ചെയ്തു. ആരെങ്കിലും ലഹരി വസ്തുക്കൾ കൊടുത്തതാണോ എന്ന സംശയം തോന്നി വീട്ടുകാർ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടപ്പോഴാണ് സംഘർഷത്തെപ്പറ്റി അറിഞ്ഞത്. തുടർന്ന് വീട്ടുകാർ ഷഹബാസിനെ വ്യാഴാഴ്ച രാത്രി താമരശ്ശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. നില ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഷഹബാസിന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവും ചെവിക്ക് സമീപം എല്ലിന് പൊട്ടലുമുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ആശുപത്രി വെന്റിലേറ്ററിൽ കഴിഞ്ഞ വിദ്യാർത്ഥി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾക്ക് കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാലറിയാവുന്ന പലരും സംഘടിച്ചെത്തിയാണ് അക്രമം നടത്തിയെന്നാണ് മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയത്.